ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി കൂമ്പാരങ്ങളുടെയും രത്നക്കാഴ്ചകളുടെയും മരതക വൈഡൂര്യ തിളക്കങ്ങളുടെയും മുൻപിൽ അത്ഭുത സ്തബ്ധരായി നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രവും തിരുവിതാംകൂർ രാജവംശവും മലയാളത്തിന് നൽകിയ സുഹൃതങ്ങളിൽ നിന്നൊരേട് ഓണവിരുത്തായി നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കട്ടെ. AD 1733 മികച്ച യോദ്ധാവും തിരുവിതാംകൂർ മഹാരാജാവുമായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയിച്ചത്. വീരരായ അദ്ദേഹം അടുത്തുള്ള നാട്ടുരാജ്യങ്ങളെയെല്ലാം ചേർത്ത് തിരുവിതാംകൂർ രാജ്യം വിപുലീകരിക്കുകയും അതിനുശേഷം 1750 അധികാരത്തിന്റെ പ്രതീകമായ സ്വന്തം ഉടവാൾ കുലദൈവമായ ശ്രീപത്മനാഭന്റെ തൃപ്പാദങ്ങളിൽ അടിയറ വെച്ച് രാജ്യവും അധികാരവും സമ്പത്തും ശ്രീപത്മനാഭന് സമർപ്പിച്ചു. പ്രജകളെ സേവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തു. മഹത്തായ ഈ വിളംബരമാണ് ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട തൃപ്പടിദാനം. ഭരണ നൈപുണ്യത്തിനും പേരും പെരുമയും നേടിയ ഈ രാജകുടുംബത്തിലെ ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലം നൃത്ത സംഗീത കലകളുടെ സുവർണ കാലഘട്ടമായി പ്രകീർത്തിക്കപ്പെടുന്നു. സോപാന സംഗീത രീതിക്ക് സമാന്തരമായി അതിശക്തമായ പുതിയ ഒരു സംഗീത ശാഖയുടെ സമ്പൂർണമായ വളർച്ച മലയാള ദേശം ദർശിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്തായിരുന്നു. ദാസിയാട്ടമെന്ന് മുദ്രകുത്തി ഒതുക്കപ്പെട്ടിരുന്ന മോഹിനിയാട്ടത്തിന്റെ നവോത്ഥാന കാലഘട്ടം കൂടിയായിരുന്നു ഇത്. മലയാളത്തിന്റെ ഗുണവും മണവുമുള്ള അദ്ദേഹത്തിന്റെ മണിപ്രവാള പദങ്ങൾ മോഹിനിയാട്ടത്തിനു വേണ്ടി രൂപിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ശ്രീപത്മനാഭസ്വാമിയുടെ ഉത്സവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതികളുടെ സമാഹാരമാണ് ഉത്സവ പ്രബന്ധം. 4ാം ഉത്സവ ദിനത്തിൽ ശ്രീപത്മനാഭസ്വാമിയെ ആന്തോളിത വാഹനത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ദൃശ്യം സ്വാതി തിരുനാൾ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ഈ ദൃശ്യം അമൂല്യമായ സമ്പത്തിൽ കണ്ണു മഞ്ഞളിക്കാതെ സുരക്ഷിതമായി സംരക്ഷിച്ച ആ മഹത്തായ രാജവംശത്തിന്റെ മഹനീയ മാതൃകയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ച് ഡൽഹി മലയാളി അസോസിയേഷൻ ആർക്കിപുരം ശാഖ സാദരം കാഴ്ചവെക്കുന്നു. മലയാള പെരുമ. അഖിലം മൗലൗകരം കോപിയും ബാലാർക്കോപമ ദിവ്യകാന്തി ബാലാർക്കോപമ ദിവ്യകാന്തി ഭരമങ്ങോലുന്നൊരാളിക സഫലമായി ചാലേ രചിക്കുന്ന ചാലേ രചിക്കുന്ന ചാലേ രചിക്കുന്ന ആന്തോളിക വാഹനേ ജഗത്പതിയാം അംഭോജനാഭൻ ലസിച്ചിടുന്നു. ആന്തോളിക അംഭോജനാഭൻ ലസി
ma